അസ്സലാമു അലൈക്കും. നമസ്കാരം. വിശ്വാസ സമൂഹത്തെ ചലനാത്മകമാക്കുവാൻ, മനുഷ്യർക്കിടയിൽ സ്നേഹവും ഒത്തുചേരലും സാധ്യമാക്കുവാൻ, ചുറ്റുപാടിലെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കുവാൻ, അകക്കാമ്പുള്ള ആത്മീയത മനുഷ്യഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകാൻ എന്നീ നിശ്ചയദാർഢ്യത്തോടെയാണ് പുത്തൻതെരുവ് ശരിയത്തുൽ ഇസ്ലാം ജമാഅത്തിൽ ഏതാണ്ട് 50 വർഷക്കാലത്തോളം ഖത്തീബായി 3 തലമുറയുടെ വഴികാട്ടിയായി നിറഞ്ഞു നിന്ന മർഹൂം ഖത്തീബ് എ മുഹമ്മദ് കുഞ്ഞു മൗലവിയുടെ നാമധേയത്തിൽ ഒരു ട്രസ്റ്റ് എന്ന കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം 2025 ജൂലൈ 25 കേരള സമൂഹത്തിൻ്റെ ആത്മീയ ജ്യോതിസായി അറിയപ്പെടുന്ന പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അതിനോടനുബന്ധിച്ച് കേരളത്തിലെ അറിയപ്പെടുന്ന മോട്ടിവേറ്ററും പ്രബോധകനുമായ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂരിൻ്റെ പഠന ചർച്ചാ ക്ലാസുകളും ഉണ്ടായിരുന്നു. അനേകായിരങ്ങളാണ് ആ ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയത്. ഇതേ ചടങ്ങിൽ വെച്ച് നമ്മുടെ ജമാഅത്തിലെയും പരിസര ജമാഅത്തുകളിലെയും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. ഇന്ത്യ എന്ന മഹത്തായ രാജ്യവും ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും എല്ലാ മനുഷ്യർക്കെന്ന പോലെ വിശ്വാസികൾക്ക് കൂടുതൽ പ്രിയപ്പെട്ടതാണ്. 2025 ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വീരചക്ര ജേതാക്കളിൽ ഒരാളായ മർഹൂം അബ്ദുറഹ്മാൻ എന്ന ആലിന്തറ പട്ടാളം നമ്മുടെ ജമാഅത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ ഭാഗമായിരുന്നു. ചരിത്രത്തിൻ്റെ താളുകളിൽ ആ പേരുകൾ തിളക്കമാർന്ന നിലയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും തമസ്കരിക്കപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനു വേണ്ടി സ്വാതന്ത്ര്യദിന പ്രഭാതമെന്ന പേരിൽ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. ആ പരിപാടിയുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവച്ചതോടൊപ്പം നമ്മുടെ പ്രദേശത്തിൻ്റെ പരിസരത്ത് രാജ്യത്തിനു വേണ്ടി സേവനങ്ങൾ അനുഷ്ഠിച്ച ധീര സൈനികരെ അഭിവാദ്യം ചെയ്യുകയും ആദരിക്കുകയും ചെയ്യുകയുണ്ടായി. ലോകത്തെ മുഴുവൻ കരയിച്ച, മനുഷ്യരാശിയെ കണ്ണീരിലാഴ്ത്തിയ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു പോയ വർഷത്തിലെ ഫലസ്തീൻ ആക്രമണം. നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുന്ന, വംശഹത്യയ്ക്ക് നേതൃത്വം നൽകുന്ന ആ പ്രവൃത്തികൾക്കെതിരെ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഹൃദയത്തിൽ കണ്ണീർ മഴയായി ഗസ എന്ന പേരിൽ 2025 സെപ്റ്റംബർ 21 ഒരു ഒത്തുചേരലും പ്രാർത്ഥനാ സദസ്സും ഒരുക്കിയിരുന്നു. പ്രിയപ്പെട്ട ശ്രീ PK അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തിയ ആ ചടങ്ങിൽ ധാരാളം വിശ്വാസികളാണ് പ്രാർത്ഥനയിൽ ഐക്യദാർഢ്യത്തോടെ ഗസയ്ക്കൊപ്പം ചേർന്ന് നിന്നത്. ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രചാരണ പരിപാടിയെ സർവശക്തിയും ഉപയോഗിച്ച് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ തടസ്സപ്പെടുത്തിയപ്പോൾ നമ്മുടെ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2025 ഒക്ടോബർ 12 ഞായറാഴ്ച ശ്രീമദ് സ്വാമി ആത്മദാസ് യമി എന്ന വളരെ പ്രഗത്ഭനായ പ്രഭാഷകൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു ചടങ്ങും നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. കരുണയാണ് പ്രവാചകൻ, നീതിയാണ് പ്രവാചകൻ എന്ന ആപ്തവാക്യത്തിനെ അധിഷ്ഠിതമാക്കി നടത്തിയ ഐ ലവ് മുഹമ്മദ് എന്ന പരിപാടി വിശ്വമാനവികതയുടെ പ്രബോധകനും വിശ്വമാനവികതയുടെ വഴികാട്ടിയും പ്രപഞ്ചത്തിനെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകനായ മുത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മകളിരമ്പുന്ന നബിദിനത്തിൽ ജമാഅത്തിലെ മുഴുവൻ മനുഷ്യർക്കും സ്നേഹധാന്യ കിറ്റ് വിതരണം ചെയ്ത് ഈ ട്രസ്റ്റ് മനോഹരമായ പ്രവാചക സ്മരണകളിൽ പങ്കുചേർന്നതും ശ്രദ്ധേയമാണ്. പ്രവാചകനോടുള്ള അദമ്യമായ ഇഷ്ടവും സ്നേഹവും ആദരവും ഏറ്റവും സന്തോഷപൂർവ്വം പങ്കുവച്ച ചടങ്ങുകളിലൊന്നായിരുന്നു. നമ്മുടെ ജമാഅത്തിലും പരിസര ജമാഅത്തുകളിലും ഭവനരഹിതരായി കഷ്ടപ്പെടുന്ന ധാരാളം മനുഷ്യരുണ്ട്. ജീവിതത്തിൻ്റെ വിധിയുടെ നിയോഗത്താൽ അന്യവൽക്കരിക്കപ്പെട്ടു പോയ സാധാരണ മനുഷ്യർ. നമ്മളെപ്പോലെ ജീവിക്കാൻ എല്ലാ അവകാശവും ഈ ഭൂമിയിലുള്ള ആ മനുഷ്യരുടെ പ്രയാസങ്ങൾ നമ്മുടെ മുന്നിലുള്ള വലിയ ഒരു വെല്ലുവിളിയും നമുക്കുള്ള പരീക്ഷണവുമാണ്. അതിനുത്തരം നൽകിയാണ് നമ്മുടെ ജമാഅത്തിലെ മരണപ്പെട്ടുപോയ ഒരു സഹോദരിയുടെ അനന്തരാവകാശികൾക്ക് ഒരു വീട് വെച്ച് നൽകുന്ന പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിച്ചത്. പ്രിയപ്പെട്ട ശ്രീ എ ഷഫീഖ്, മാനേജിംഗ് ഡയറക്ടർ, അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ സഹോദരൻ അതിന് സന്നദ്ധമായതോടുകൂടി 2026 ജനുവരി 22 ആ വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് സയ്യിദുൽ ഉമ്മ, കേരള സമൂഹത്തിലെ ആത്മീയ നഭോമണ്ഡലങ്ങളിൽ അടയാളപ്പെടുത്തപ്പെട്ട കുടുംബത്തിലെ പിന്മുറക്കാരൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആദ്യ ശിലപാകി തുടക്കം കുറിച്ചു. ഇങ്ങനെ വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് ശ്രദ്ധേയമായ ഒട്ടേറെ പരിപാടികൾ ഈ ട്രസ്റ്റിന് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ഉടയതമ്പുരാൻ
അനുഗ്രഹം നൽകി എന്നത് ഏറ്റവും നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. വൃദ്ധരായ മനുഷ്യർക്ക്, പഠനം പൂർത്തിയായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക്, പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയുള്ള വിദ്യാർത്ഥികൾക്ക്, അനാഥരായവർക്ക്, ആലംബഹീനരായവർക്കടക്കം നിരവധിയായ ആഗ്രഹങ്ങളും ചിന്തകളും ഇന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഫെബ്രുവരി 15 ഞായറാഴ്ച വൈകുന്നേരം നടക്കുന്ന പ്രശസ്ത വാഗ്മിയും പണ്ഡിതനുമായ സിംസാറുൽ ഹക്ക് ഹുദവിയുടെ റമളാൻ പ്രഭാഷണവും ദീർഘകാലം ഈ ജമാഅത്തിൻ്റെയും മുസ്ലിം സമൂഹത്തിൻ്റെയും സാമൂഹിക, ആത്മീയ, സാംസ്കാരിക മേഖലകളിൽ ശക്തമായ ഇടപെടൽ നടത്തിയ മർഹൂം കഅബ് സാറിൻ്റെയും ഓർമ്മകൾ കൂടി ഈ നിമിഷങ്ങളെ ധന്യമാക്കുന്നു. ഇനിയും ഈ ജമാഅത്തിൻ്റെയും പരിസര സമൂഹങ്ങളിലെയും മനുഷ്യർക്കു വേണ്ടി ഏറെ ചിന്തകളും ആഗ്രഹങ്ങളും ഞങ്ങളുടെ മനസ്സിലുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയും കൂട്ടായ്മയും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പടച്ചതമ്പുരാൻ നമ്മളെയെല്ലാം ഇഹലോകത്തും പരലോകത്തും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.